ഹലോ യുവറസ് കുക്കിംഗ് മിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളെ വീഡിയോ കിട്ടിയിട്ട് ഓണമൊക്കെ കഴിഞ്ഞു എങ്കിലും ഓണത്തിൻ്റെതായ സദ്യ നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും ചെയ്യാമല്ലോ. ഓണസദ്യക്ക് മാത്രമല്ലല്ലോ, എപ്പോഴും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പൈനാപ്പിൾ എടുത്ത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. പച്ചടിക്ക് വേവേണ്ട കാര്യമില്ല, എങ്കിലും ചെറുതായിട്ടൊരു ചൂടാക്കി എടുക്കാം. പച്ചടിക്ക് ആവശ്യമായ ഒരു അരപ്പ് റെഡിയാക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന കഷ്ണത്തിന് ആവശ്യാനുസരണം നമുക്ക് നാളികേരം ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തതിനായിട്ട് അരമുറി നാളികേരം, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ആണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, അരയൊന്നും ആവാം, കുഴപ്പമില്ല. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കുന്ന സമയത്ത് നാളികേരത്തിൽ നമുക്ക് തൈര് ഒഴിച്ച് അരയ്ക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ അരച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് പോരാത്ത തൈര് പിന്നെ സെപ്പറേറ്റ് ചേർക്കാം. അപ്പോൾ പച്ചടിയിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് താളിക്കാം. അപ്പോൾ നമ്മൾ കടുകെല്ലാം വറുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക്, കടുക്, എണ്ണ, കറിവേപ്പില, ഇത്രയുമാണ് കടുക് വറുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ കടുക് വറുത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ഈ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.